ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഡേറ്റ്സ് വെച്ച് കേക്കാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡേറ്റ്സ് കുറച്ചൊരു 5-6 ഡേറ്റ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 എഗ്സ് വേണം, റൂം ടെമ്പറേച്ചറിലുള്ള വേണം. മുട്ട വേണ്ടത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, ഷുഗർ. പിന്നെ 1 ഏലക്ക, 2 ഗ്രാമ്പു. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ, അത് 1/2 കപ്പ്, ഒരു ചെറിയ 1/2 ഗ്ലാസ് എടുത്താൽ മതി. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ 1 കപ്പ് മൈദ. ബേക്കിംഗ് പൗഡർ ഞാൻ ഒരു ടീസ്പൂൺ, ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണിലെടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കിംഗ് ട്രേയിലാണ്. ഒരു സ്ക്വയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം വേണമെങ്കിൽ എടുക്കാം. ചോറിൻ്റെ പാത്രം എടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് നല്ലോണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബീട്രൂട്ട് നല്ലോണം ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ്, ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്ത് ഗ്രേറ്റ് ചെയ്താൽ മതി. അത്രയും മതി. നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ബീട്രൂട്ട് അവിടെ 5 മിനിറ്റ്സിലാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ, എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് ഷുഗർ പൗഡർഡ് ആക്കി എടുത്തുകൊണ്ട് വരാം. ഷുഗറിൻ്റെ കൂട്ടത്തിൽ 1 ഏലക്ക, 2 ഗ്രാമ്പു ഇട്ട് നല്ലോണം നമുക്ക് പൗഡർഡാക്കി എടുത്തിട്ട് വരാം. പൗഡർഡാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 1/2 കപ്പ് നമ്മൾ പഞ്ചസാര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്, കാരമലായിട്ട് നമുക്ക് കാണാം. ഷുഗർ നല്ലോണം കാരമലായിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇത് മെൽറ്റായിട്ട് വരണം. അപ്പോൾ ഇത്തിരി കട്ട പിടിച്ച പോലെ ഇരിക്കും, അതൊന്നും പേടിക്കണ്ട. നല്ലോണം ഒന്ന് നമുക്കിത് മെൽറ്റായതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാരമലായിട്ടുള്ള ഷുഗറിലേക്ക് നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നെയ്യിൽ വറുത്ത് വെച്ച ബീട്രൂട്ടാണ്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് മതി കേട്ടോ. എന്നിട്ട് ഇത് കൂളാവാനായിട്ട്, തണുക്കാനായിട്ട് വെക്കണം. മിക്സിയുടെ ബൗളിൽ 2 എഗ്സ് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. നല്ലോണം ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എഗ്സ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1/2 കപ്പ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. അത് 1/2 കപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മൾ 2 എഗ്സ് ഫസ്റ്റ് ബീറ്റ് ചെയ്തു. അതിനുശേഷം 1/2 ഗ്ലാസ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് നല്ലോണം ഫ്ലഫി ആയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഇത് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഷുഗർ സിറപ്പിൽ, അതായത് കാരമൽ ചെയ്ത് വെച്ചിരുന്ന അതിലേക്ക് ബീട്രൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ഡേറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം കൂളായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മളിപ്പം എഗ്സിൻ്റെ ബീറ്റ് ചെയ്ത് വെച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് മിക്സിലേക്ക് നമ്മുടെ എഗ്സ്, 2 എഗ്ഗ് ബീറ്റ് ചെയ്തത്, വാനില എസൻസ്, പിന്നെ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എല്ലാം ഇട്ട് മിക്സ് ചെയ്തത് ഇതിലേക്ക് പൗഡർഡ് ഷുഗറും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിനകത്ത് ഇപ്പോൾ ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ഡേറ്റ്സ്,
പിന്നെ എഗ്ഗ് എല്ലാം കൂടെ ബീറ്റ് ചെയ്തതാണ് ഇതിലേ ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേർഡ് ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പ് എല്ലാം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലോണം മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് സിറപ്പിൽ മിക്സ് ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതും കൂടെ മേളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെടുത്തിട്ട് ഇതിങ്ങനെ ഒരു 10 ടൈംസ് ഇങ്ങനെ കാണിക്കാം. നമ്മൾ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ ഒരു നല്ല വലിയൊരു കട്ടിയുള്ള ചീനച്ചട്ടി നല്ലോണം ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് ഇറക്കി വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ച് ഒരു 25 മിനിറ്റ്സ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. 25 മിനിറ്റ്സിൽ നമുക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ നമുക്ക് ഇതിന് ടൈം എടുക്കും കേട്ടോ. നമുക്കിത് ബേക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇത് നല്ലോണം അടച്ചു വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഡേറ്റ്സ് വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. നമ്മുടെ കേക്ക് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ബീട്രൂട്ട് മേടിക്കുക, കുറച്ച് ഡേറ്റ്സ് മേടിക്കുക. ഇത്രയും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും വയ്ക്കുക. ബാക്കിയുള്ള മിനിറ്റ്സൊക്കെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് ഒരു 30 മിനിറ്റ്സിൽ ഇത് ബേക്കായിട്ട് കിട്ടും. ഞാൻ 25 മിനിറ്റ്സിൽ എനിക്ക് ബേക്കായില്ല. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് എടുത്തു ഇത് ബേക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.